ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് റെഗുലേറ്റർ എന്താണ് റെഗുലേറ്റർ ഐ സി, എന്താണ് റെഗുലേറ്റർ പവർ സപ്ലൈ എന്ന് നോക്കാം. ആദ്യമായി എന്താണ് റെഗുലേറ്റർ പവർ സപ്ലൈ എന്ന് നോക്കാം. ഈ റെഗുലേറ്റർ പവർ സപ്ലൈ എന്ന് വെച്ചാൽ ഏറ്റക്കുറച്ചിലുകളില്ലാത്ത പവർ സപ്ലൈ ആണ് റെഗുലേറ്റർ പവർ സപ്ലൈ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് റെഗുലേറ്റർ ഐ സി. റെഗുലേറ്റർ ഐ സി ഇതാണ് റെഗുലേറ്റർ ഐ സി കേട്ടോ. ഇതിൻ്റെ പിന്നുകൾ 1, 2, 3 പിന്നുകളാണ് ഉള്ളത്. ഇത് വർക്ക് ചെയ്യാൻ 5 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ടാണ് വേണ്ടത്. ഇത് മെയിനായിട്ട് 2 ടൈപ്പാണ് ഉള്ളത്. പോസിറ്റീവ് റെഗുലേറ്റർ ഐ സി എന്നും നെഗറ്റീവ് റെഗുലേറ്റർ ഐ സി എന്നും പറയുന്നു. ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക 1 ആംപിയർ വരെ ആയിരിക്കും. ഇപ്പോൾ ഇത് സെനഡയോഡിൻ്റെ ഉപയോഗിച്ചിട്ടുള്ള ഐ സി ആണെങ്കിൽ, ഐ സി അല്ല സെനഡയോഡ് ഉപയോഗിച്ചിട്ടുള്ളതാണെങ്കിൽ മാക്സിമം 200 മില്ലി ആംപിയർ വരെയാണ് കിട്ടുന്നത്. ഇത് കൂടുതൽ കിട്ടാനാണ് ഇതേ ടൈപ്പിലുള്ള, അതായത് ഐ സി റെഗുലേറ്ററുകൾ ഉപയോഗിക്കുന്നത്. 200 മില്ലി കൂടുതൽ കിട്ടാൻ, അതായത് സെനർ ഡയോഡ് 200 മില്ലി വരെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ഈ ഐ സി റെഗുലേറ്റർ ഉപയോഗിക്കുന്നത്. ഇതിപ്പം അതായത് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പോസിറ്റീവ് റെഗുലേറ്റർ, അതായത് പോസിറ്റീവ് മാത്രം കിട്ടുന്നതാണെങ്കിൽ പോസിറ്റീവ് റെഗുലേറ്റർ ഐ സി ആണ് ഉപയോഗിക്കേണ്ടത്. നെഗറ്റീവ് കിട്ടാൻ നെഗറ്റീവ് റെഗുലേറ്റർ ഐ സിയും ഉപയോഗിക്കുന്നു. ഇപ്പോൾ പോസിറ്റീവിൽ വരുന്ന ഐ സികളുടെ നമ്പറാണെങ്കിൽ 7805, അതായത് 78 നമ്പർ കോമൺ നമ്പറാണ്. 78 തുടങ്ങുന്നത്, 78 തുടങ്ങുന്നത്. 05 എന്ന് പറയുന്നത് 5 വോൾട്ട്. 7806, 6 ആകുമ്പോൾ 6 വോൾട്ട്. 7808, 8 ആകുമ്പോൾ 78 കഴിഞ്ഞിട്ട് 08 വന്നു, അപ്പോൾ 8 കഴിഞ്ഞപ്പോൾ 8 വോൾട്ട്. അത് കഴിഞ്ഞിട്ട് 7818 ആയപ്പോൾ 18 വോൾട്ട് എന്നിങ്ങനെയാണ് ഇതിൻ്റെ വോൾട്ടുകൾ. ഇതിൻ്റെ പിന്നെ എന്ന് പറയുന്നത് 1, 2, 3, 1, 2, 3 ഇങ്ങനെയായിരിക്കും, ഇതേ ഓർഡറിലായിരിക്കും. പവർ സപ്ലൈയിൽ എന്താണോ കോമൺ ആയിട്ട് വരുന്നത് അതിനെയാണ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഇതിലിപ്പോൾ സെൻട്രലിലാണ്. ഇതിപ്പോൾ കണക്ഷൻ ഡയഗ്രാം വരച്ച് തരാം, വരച്ചിപ്പം അടയാളപ്പെടുത്തി തരാം, അപ്പോഴത്തേക്ക് മനസ്സിലാവും. ഇതിപ്പോൾ അതായത് ഗ്രൗണ്ട് എന്താണെന്ന് ആദ്യം പറയാം. പവർ സപ്ലൈയിൽ എന്താണോ കോമൺ ആയിട്ട് വരുന്നത് അതിനെ ഗ്രൗണ്ട് എന്ന് പറയാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലത്തെ റെഗുലേറ്റർ ഐ സി ഉപയോഗിക്കുമ്പോൾ നല്ല ഡി സി ആണ് കൊടുക്കേണ്ടത്. എ സി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. ചിത്രസഹിതം അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.